ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ് ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ് സംഭവം പറയുകയാണെങ്കിൽ. അപ്പം ഫുഡ് കഴിക്കണം, കാരണം ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു. ഞാൻ ഒറ്റക്കാണല്ലോ കേട്ടോ, എൻ്റെ ഫ്രണ്ട് ഇന്ന് വന്നിട്ടില്ല. അപ്പം ഞാൻ ഒറ്റക്കാണ് വന്നത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇൻട്രോ എടുക്കുമ്പോണ്ട് ഒരു ചേച്ചി ഹായ് കൊടുക്കൂ, ഹായ് കൊടുക്കൂ, ഹായ್. ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡು, ಸಬ್ಸ್ಕ್ರೈಬ್ ಏನು ಮನೆ ಯೂಟ್ಯೂಬ್ ಚಾನಲ್ ಯು ಹೇಳಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡು, ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡು. ಸಬ್ಸ್ಕ್ರೈಬ್ ಮನ ಅಂತ ಸಬ್ಸ್ಕ್ರೈಬ್ ಪಾಪ ಏನು ಚೆನ್ನಾಗಿದೆ, ಫೇಸ್ ಚೆನ್ನಾಗಿದೆ, ನಿಂದ ಚೆನ್ನಾಗಿದೆ ಹುಡುಗ ಹುಡುಗ ಕೇರಳ ನಿನ್ ಗಂಡ ಇಲ್ಲ ಇನ್ನಿಲ್ಲ ಸ್ಟೂಡೆಂಟ್ ಸ್ಟಡಿ ಅಲ್ವಾ. ಸೊ ಗೈಸ್ ನಾಯಿ ಕಂಡಿട്ട് ಗೈಸ್ ಇದು ನೇಮ್, ಅದು ನೇಮ್ ಅದ ಹೆಸರು കടിക്കില്ല കുത്തുക്ക. സോ ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ ഹോട്ടൽ ഫുഡ് ಮಾಡ. അപ്പൊ ഗൈസ് ആയിട്ടില്ല മാട. അപ്പൊ സോ ഗൈസ് അപ്പൊ നമ്മള് ആക്കനൊക്കെ കണ്ടു. അപ്പൊ നമ്മള് അമ്മ പറയാണ്, അമ്മ എന്ന് പറയാന് ಹುಡುಗ ബൈ 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 ബൈ. അപ്പൊ നല്ല ശേഷം ഉണ്ടായിരുന്നു. കുറെ വർത്തം പറഞ്ഞു ശേഷം ഇതാ ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉള്ളിലേക്ക് തന്നെ പോവാട്ടെ. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കും. അപ്പം ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കൂട്ടാൻ പോവാണ്. അപ്പം ഇനി ഞാൻ അവളെ കൊണ്ട് എൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ അവളെ കൂട്ടാൻ പോവാണ്. അപ്പം എനിക്കാണ് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഷുവറാണ് ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ അവളെ കൂട്ടി പോവാണ്, ദേവരാജ മാർക്കറ്റിലേക്ക് പോവാണ്. ഇത് അഗ്രഹാര, മൈസൂർ അഗ്രഹാര എന്ന പ്ലേസ് ആട്ടോ ഗൈസ്. ഒരായി കൊടുക്കുവാനും. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ എത്തി. നമ്മളപ്പോൾ ഇനിയിപ്പം പോകാൻ പോകുന്നത് ദേവരാജ മാർക്കറ്റിലേക്കാണ്. കാരണം എനിക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ അവിടെ എന്താ റേറ്റ് കുറവാണ്. അപ്പം നമ്മൾ അവിടേക്കാണ് പോവുക. അല്ലെങ്കിൽ നമ്മൾ റേറ്റ് കുറവുള്ളിടത്തേക്കാണല്ലോ പോവാം. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. ഇതില്ല ഗൈസ്. പിന്നല്ലേ ആരെങ്കിലും നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മളാട്ട് തെറി പറയും. അങ്ങനെ ഉണ്ടോ? ഞാൻ അങ്ങനെയാണ് ഇപ്പം തന്നെ ഒരു തെറി കേട്ടിട്ടുള്ളൂ. അപ്പം ഗൈസ് നല്ല സൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഒന്നും കേൾക്കുന്നില്ല പറയുന്നതൊന്നും. അപ്പം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പം നമ്മൾ ദേവരാജ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളും പച്ചക്കറി വിൽക്കുന്നതും അതുപോലെ തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഒക്കെ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഒക്കെ കാണണം, ലാസ്റ്റ് വരെ കാണും ഗൈസ്. അപ്പം ഇതാ നമ്മളിങ്ങനെ പോവാണ് കേട്ടോ. സൈഡ് കൊടുക്കാണ്ടൊന്നുമില്ലല്ലോ. അതാ ഇതാണ് മാർക്കറ്റ്. ഇവിടെ എല്ലാം കിട്ടും. മാലകള ഇതൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ, ആണെന്ന് വിചാരിക്കുന്നു. ഫ്രൂട്ട്സ് ഒക്കെ കിട്ടോ, ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെയൊക്കെ നല്ല. ഇവിടെ ഫ്ലവർ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് കാണും. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചെന്താ പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചു. എന്താ പച്ചക്കറി വാങ്ങാം, തക്കാളി ഉള്ളി വാങ്ങാനുണ്ട്. തക്കാളി ഉള്ളി വാങ്ങാം. നമ്മളൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഭയങ്കര ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ സംഭവം പറയുകയാണെങ്കിൽ. One kg how much? 1 kg 140 kilo. 140 Rosa. Rose. Kerala. Manda belan. Eh? Manda belan. 1 kg Manda. Manda.
വേണ്ട 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 നമ്മളെ കളിയാക്ക ഗൈസ് വരും കർണാടകരെല്ലാവരും. ഇപ്പൊ ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് വന്നതാണ്. ഇനി നമുക്ക് പച്ചക്കറി വാങ്ങണം. പിന്നെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വേറെ ഒന്നുമില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഈ ഒരു ടൈമായിട്ട് കുറച്ചുകൂടി രാത്രിയാകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. ഒറ്റ തിരക്കുണ്ടാവും. ൊക്കെ തൂക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അല്ലേ. മരിച്ചതാ അല്ല, ബർത്ത്ഡേക്ക് ഇത് തൂക്കലുണ്ട്. ചില ഇത് കാണല്ലേ ഈ മുല്ലപ്പൂ ഒക്കെ ഉണ്ട് ഗൈസ്. നല്ല മുല്ലപ്പൂ ഗുഡ്. പച്ചക്കറി എവിടാ? ആ പിന്നെ വേറൊന്നുണ്ട്, വായ വിൽക്കും. വായൻ്റെ അല്ലല്ലേ അത് വരെ വിൽക്കുക ഗൈസ്. വായൻ്റെ അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വായൻ്റെ അല്ല. ഇതൊക്കെ ഒരു സംഭവം അല്ലേ. ഇവിടുന്നാണ് വായൻ്റെ നിൽക്ക് എടുക്കുന്നത്. സാധനമാണ് അറിയോ ഇവിടെ ഉള്ളത് ഗൈസ്. എല്ലാ സാധനം ഉണ്ട്. പച്ചക്കറി പിന്നെ നമ്മുടെ നാട്ടിൽ, എനിക്ക് തോന്നുന്നു നാട്ടിലാണ് ഇനി വായൻ്റെ അല്ലല്ല കേട് വരില്ലേ. ശരിയാ, എല്ലാം ഉണ്ട് അല്ലേ. സംഭവമാണ് സത്യം പറയുകയാണെങ്കിൽ. നിങ്ങൾക്ക് അഥവാ എന്തായാലും ഈ മൈസൂർ വരുന്നവർക്ക് വിലക്കുറവിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ദേവരാജ മാർക്കറ്റിലേക്ക് വരും ഗൈസ്. പച്ചക്കറി ഉണ്ട്, ദെൻ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അവിടെ ക്ലിയറുണ്ടോ? നല്ല സാധനം. ഇത് നിൽക്കുന്ന കോളിഫ്ലവർ പൊരിച്ചത് അടിപൊളി ടേസ്റ്റ്. കാലിക്കറ്റ് ഇതെന്താ? കിഴങ്ങ? ഇതെന്താ? ഇത് മധുരക്കിഴങ്ങ. കുറേ മദാമ്മമാരുണ്ട് ഗൈസ്. ഇവരിത് വിസിറ്റ് ചെയ്യാനായിട്ട് ഗൈസ്. ഭയങ്കര ഇവർക്കൊക്കെ സംഭവമായിട്ട് ഗൈസ്. ഈ പശു ഞങ്ങളെ കുത്താൻ വന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ ഓടി കയറിയ ഒരു സ്ഥലത്തേക്ക്. അപ്പൊ ഇവിടെ കേട്ടോ ഇതൊക്കെ ഇതൊക്കെ മാലകള്, ഇതൊക്കെ സംഭവം. ജസ്റ്റ് വ്ലോഗ്. ഇതായിരുന്നു നമ്മളെ ബൊക്ക നോക്കുന്നുണ്ട്. അടുത്തവര് വീഡിയോസ് മദാമ്മമാരൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ വലിയ യൂട്യൂബറാണ്. അപ്പോൾ ഇത് മാല, ഇത് മോഡലാ. അപ്പൊ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. നമ്മള് വീഡിയോ ചെയ്യണം. ഇതെന്താ ഇതെന്തോ ചേച്ചി? ഇതെന്തോ? വാട്ട് ഈസ് ദിസ്? അപ്പുറത്തല്ലേ ഇവിടെ കാണില്ല. അപ്പുറത്തെ ഭാഗത്ത് ഫുൾ മറ്റേ ഡ്രസ്സുകള്, ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ കേട്ടോ റേറ്റ് കുറവിലായിട്ട് കിട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് ദേവരാജ മാർക്കറ്റിൽ. അപ്പം ഞാൻ പച്ചക്കറി വാങ്ങാൻ വന്നത്. ഞാൻ ഇതാ അറിയണം ഇതൊക്കെ. അപ്പല്ലേ നമുക്ക് ഇനി എന്ത് ചെയ്യാം. ദേവരാജ മാർക്കറ്റിന്റെ തൊട്ട് ബാക്കിൽ ആയിട്ട് തന്നെ ഗുരു സ്വീറ്റ്. സോ ഭയങ്കര ഫേമസ് ആണ്. മൈസൂർ പാക്ക് എനിക്കറിയോ എന്നാ പറഞ്ഞു. ഹിസ്റ്ററി പറഞ്ഞു. ഹിസ്റ്ററി വർഷങ്ങളായിട്ട് സംഭവം പറയാൻ ഇവിടെ ഉണ്ടാവും. ഇതിവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഓൺലി ആണ്. ഓൺലി ക്യാഷ് എന്നുണ്ടാവും ഗൈസ്. കണ്ടോ ഇതാ ഓൺലി ക്യാഷ്. പിന്നെ അവിടെ വരുന്നത് വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നല്ല. ഗൈസ് നമ്മൾ സ്ട്രീറ്റ് ആണ്. അത് ഞാനൊരു അല്ലാണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അയ്യോ ആപ്പിളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളിനി വീട്ടിലേക്ക് പോവേനി. ഇപ്പോൾ വലിയ ഇതൊന്നും ഇല്ലല്ലോ സംഭവം പറയുകയാണെങ്കിലൊന്നും. പക്ഷെ നല്ല നല്ല ഇതുണ്ട്, ക്ലിയർ ഇല്ലെങ്കിലൊന്നും പറയരുത് ഗൈസ്. കാരണം അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ അവിടുന്ന് തക്കാളി വാങ്ങാൻ വിചാരിച്ചു. 1 kgക്ക് 10 rupees ഉള്ളൂ. നല്ല ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ 1 kg വേണ്ട, 1/2 kg മതി. അപ്പോൾ അവർ പറയാ തരില്ല, 1/2 kg തരില്ല, 1 kg തരുമെന്ന്. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് തന്നു കേട്ടോ. ഗൈസ് നമ്മൾ അവിടുന്ന് 1 kgക്ക് എത്ര ഉണ്ടാവും? 1 kg കഴിഞ്ഞ 10 റുപ്യാണ്. പക്ഷെ കുറേ ഉണ്ടാവും. അപ്പം ഞങ്ങൾ പറഞ്ഞു അത്ര വേണ്ട, കാരണം അത് ചീന് പോവല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വെറുതെ പൈസ വാങ്ങിയില്ല കേട്ടോ. ഗൂഗിൾ പേ ക്യാഷിലാവുമ്പോൾ ഗൂഗിൾ പേ ചെയ്യാനും അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ടാണ്. ഗൈസ് എല്ലാ നാട്ടിലും, നമ്മുടെ നാട്ടിലൊക്കെ പശു എവിടെ ഉണ്ടാവുക? ആലയിൽ ഉണ്ടാവുക. ഇവിടെ റോഡുമലൊക്കെ ഉണ്ടാവുക ഗൈസ്. പിന്നെ കോമഡി, നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുപോകാനാവില്ല. പശു രാജാവാണെന്ന് പശുവിൻ്റെ വിചാരം. പശു പോയി കഴിഞ്ഞിട്ടേ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അങ്ങനെയാണല്ലോ, അവർക്കറിയില്ല ലോൺ അടിച്ചാലൊന്നും മാറി നിൽക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മളിനി അടുത്തത് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ ദേവരാജ് മാർക്കറ്റിൽ പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് എല്ലാം കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഡ്രസ്സ്, ചപ്പൽ അങ്ങനെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അനു എന്താ പറയുന്നു? എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസ്, എല്ലാം ഉണ്ട്. അപ്പം എന്താ അവിടെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ, 15-30 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ചീപ്പ് റേറ്റാണ്. ഇനി അതെങ്കിലും ആരെങ്കിലും മൈസൂർക്ക് വരികയാണെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഗൈസ് അവിടെ ഇയറിങ്സ് മാത്രമല്ല കേട്ടോ, ഡ്രസ്സ് ഉണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയില്ല, റൂമിക്ക് വേഗം പോകാമല്ലോ വിചാരിച്ചിട്ട് പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു പാർക്ക് കണ്ടു. അപ്പോൾ പാർക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് അവിടെ കുറച്ച് ഇരുന്നിട്ട്, വലിയ ടൈം ഒരു 5:30 ആ ഒരു ടൈമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച പാർക്കിൽ ജസ്റ്റ് ഇരുന്നിട്ട് പോകാം. അതാ നമ്മളെന്തോ പറയുകയാണ്, ഇതിൻ്റെ പേര്, ആ പാർക്കിൻ്റെ പേര് എന്താ, ചിൽഡ്രൻ ട്രാഫിക്കൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. ഭയങ്കര ഇടാണ് ഞാൻ നിൽക്കില്ല, കാരണം നമ്മള് പാർക്ക് കൂടെ ലിപ്സ്റ്റിക് ഇട്ടതാണ്. ഞാൻ വീട്ടിയായോണ്ട് ഊഞ്ഞാലാടുന്നതും ഒക്കെ എടുക്കണം കേട്ടോ അനു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഊഞ്ഞാലാടാൻ. ഇതേത് ഭാഗം മറ്റേ സബറിലേക്ക് പോകണല്ലേ ഗൈസ്. ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു കൊടുക്ക്. ഫുഡ് വില, അതെ ഫുഡ് വില, പൈസന്റെ വില, അതെ ഇൻഡിപെൻഡന്റ്, യെസ് ഒറ്റക്ക് നടക്കാൻ പഠിച്ച് എല്ലാം. അപ്പോൾ ഗൈസ് ഞാൻ ഊഞ്ഞാലൊക്കെ ഇരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നല്ലോ ഊഞ്ഞാലാട. പിന്നെ അതിന് ശേഷം അനുവിന് ഇതിൽ നിരങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓളും നിരങ്ങിയോളാഗ്രഹം ഓള് തീർത്തു ഗൈസ്. അപ്പോൾ ഒരു 5:30 ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ടൈം ആയപ്പോൾ അവിടുന്ന് ആ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ട്, നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. ബൈ.